ഹലോ കൂട്ടുകാരെ, നിങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ആ നാരങ്ങ തോട് എടുത്ത് കളയുവാണോ? പക്ഷേ ഇനി അങ്ങനെ കളയണ്ട കേട്ടോ. നല്ല അടിപൊളി ഒരു അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചില്ല് ഭരണിയിൽ ഇട്ട് വെക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് വെക്കാറുള്ളത്. ഓരോ പ്രാവശ്യം നാരങ്ങത്തോട് ഇടുമ്പോഴും ഒരു ലേശം ഉപ്പിട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് അലുവ കഷ്ണം പോലെ നമ്മുടെ നാരങ്ങ ഇവിടെ അലുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ആവും കേട്ടോ. ഇനി നമുക്കിത് അച്ചാറിടാൻ എന്നിട്ട് തുടങ്ങാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അധികം കയ്പൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നാരങ്ങ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെറും നാരങ്ങയല്ല തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്, നാരങ്ങ ഈന്തപ്പഴം കൂടി ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അര കിലോ കൂടുതൽ നാരങ്ങ ഉണ്ട് കേട്ടോ. അതിനകത്തേക്ക് അതേ അളവിൽ തന്നെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ശരീരത്തിന് നല്ലതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ കുരുവൊക്കെ നീക്കം ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം കൂടി അതിനകത്തിട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് അലുത്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കിയെടുക്കണേ. അപ്പോൾ ഈന്തപ്പഴം അലുത്ത് വരുമ്പോൾ തന്നെ നല്ല നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടി പിടിച്ചതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ അച്ചാർ. പക്ഷേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൂസാക്കിയിട്ടല്ല എടുക്കുന്നത്, നല്ല കട്ടിയോടുകൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴമൊക്കെ അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വിനീഗറാണ്. വിനീഗർ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെറും പച്ചവെള്ളം എടുക്കരുത്, ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വലിയ നാരങ്ങയായിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ പൊടികളും ഈന്തപ്പഴവും എല്ലാം നമ്മുടെ നാരങ്ങയിലോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് ഇപ്പോൾ കഴിക്കാൻ തന്നെ തയ്യാറായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഒരു കയ്പ്പ് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു 2 ആഴ്ചയും കൂടി കഴിയുവാണെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും കേട്ടോ ഈ അച്ചാർ. ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടുന്ന അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ നാരങ്ങത്തോടൊന്നും കളയാതെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.